കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ പോലീസിന് മൊഴി നൽകിയ വിദ്യാർത്ഥികളെ സാക്ഷിയാക്കും. റാഗിങ്ങിനിരയായ ഇടുക്കി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പരാതിയിൽ 5 ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സാക്ഷിയാക്കും. പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, വിവരങ്ങൾ. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 6 വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളായി ഹോസ്റ്റലിൽ തുടരുന്നത്, ഹോസ്റ്റലിൽ കഴിഞ്ഞിരുന്നത്. അതിൽ ഒരു വിദ്യാർത്ഥി ഇടുക്കി സ്വദേശിയാണ്. ആ ഇടുക്കി സ്വദേശിയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആ ഇടുക്കി സ്വദേശി ക്രൂരമായ അതിക്രമത്തിനിരയാകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആ വിദ്യാർത്ഥി തന്നെയാണ് ഈ പീഡന വിവരം 3 മാസത്തോളം സഹിച്ചു പിടിച്ചെങ്കിലും പിന്നീട് ഗതികെട്ട് പരാതി പറയുകയും രക്ഷാകർത്താക്കൾ മുഖേന പോലീസിലും കോളേജ് അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തതാണ്. ഇപ്പോൾ ശക്തമായിട്ടുള്ള തെളിവുകളുള്ളത് ഈ വിദ്യാർത്ഥിയുടെ കാര്യത്തിലാണ്. കാരണം കൃത്യമായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥി നൽകിയ കേസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതുവരെയുള്ള അന്വേഷണമെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ തന്നെയും ശേഷിക്കുന്ന 5 വിദ്യാർത്ഥികൾക്ക് കൂടി സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിന് ഇരയായിട്ടുണ്ട് അവർ കൂടി എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. അവർ അത് സംബന്ധിച്ച മൊഴിയാണ് പോലീസിന് അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഇടുക്കി സ്വദേശിയായിട്ടുള്ള കുട്ടി നൽകിയ പരാതിയെ അടിസ്ഥാനമാക്കി വെച്ചുകൊണ്ട് മറ്റുള്ള വിദ്യാർത്ഥികളെ സാക്ഷികളാക്കിക്കൊണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ പോലീസ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മൊഴി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഈ 5 പേരുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ കോളേജ് അധികൃതരുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇനി അതായത് ഇടുക്കി സ്വദേശിയുടെ പരാതി മാത്രമല്ല, പോലീസിന്റെ മുന്നിൽ മറ്റു പരാതികളും ഇതുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഈ മറ്റ് വിദ്യാർത്ഥികൾ കൂടി ഈ ഇടുക്കി സ്വദേശി മാത്രമാണ് ആദ്യഘട്ടത്തിൽ പരാതി നൽകിയിരുന്നത്. പക്ഷേ പിന്നീട് മൊഴിയെടുക്കുന്നതിനും അതുപോലെ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങിയതോടുകൂടി മറ്റുള്ള വിദ്യാർത്ഥികൾ കൂടി പരാതിപ്പെടാൻ തയ്യാറായിരിക്കുന്നു. അപ്പോൾ അവരുടെ പരാതി അന്വേഷണ സംഘം രേഖാമൂലം തന്നെ എഴുതി വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അവരെ ഇപ്പോൾ ഈ ഒറ്റ കേസായി പരിഗണിച്ചത് കൊണ്ട് എല്ലാം ഒരൊറ്റ കേസായി പരിഗണിച്ചുകൊണ്ട് അവരെ കൂടി സാക്ഷി ചേർക്കുന്നു. ഒപ്പം തന്നെ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ലിബിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. കൂടുതൽ തെളിവുകൾ ലഭ്യമാക്കുന്ന ഇടയ്ക്ക് ഈ സാക്ഷികളിൽ നിന്ന് മറ്റു രീതികളിലേക്ക് കേസ് വിപുലപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ്. തിങ്കളാഴ്ച ഏറ്റുമാനൂർ കോടതിയിൽ ഇത് സംബന്ധിച്ച് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന. ശരി, മിഥുനാണ് കേസിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്.